എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷുദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളുള്ള ഒരു ആഘോഷമാണ് വിഷു. രാത്രിയും പകലും തുല്യ ദൈർഘ്യമായി വരുന്ന വിഷു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കൊല്ലക്കാലം മുഴുവൻ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. വിഷുഫലം എന്നാണ് ഇതിന് പറയുന്ന പേര്. കാർഷികോത്സവവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് വിഷു. ഭാരതീയരിൽ ഏറിയ പങ്കും തന്റെ ഉപജീവന മാർഗമായി ഇന്നും സ്വീകരിച്ചിരിക്കുന്നത് കാർഷിക വൃത്തിയെ തന്നെയാണ്. അതുകൊണ്ട് കർഷക ഭാരതത്തിന്റെ നവവത്സര ദിനമാണ് മേടം 1, അതായത് മലയാളികളുടെ വിഷു. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് ക്ഷീണിച്ച കർഷകനും ഭൂമിയും 2 മാസത്തെ വിശ്രമത്തിന് ശേഷം പുതിയൊരു കാർഷിക യുഗ നേട്ടത്തിനായി പ്രാരംഭം കുറിക്കുന്നത് വിഷുസുദിനത്തിലാണ്. വേനൽമഴ പെയ്ത് നനഞ്ഞ മണ്ണിൽ കർഷകൻ ആദ്യമായി വിളവിറക്കുന്നത് വിഷു ദിവസമാണ്. ജ്യോതിശാസ്ത്രപ്രകാരവും നവഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയുള്ള നവവത്സര ദിനമാണ് മേടം 1 വിഷു ദിവസം. കേരളത്തിൽ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട കഥകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിനാൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിനമാണ് വിഷു ദിവസം എന്ന് പറയപ്പെടുന്നു. ശ്രീരാമചന്ദ്രനുമായും ബന്ധപ്പെട്ട ദിവസമാണ് വിഷു എന്ന് ഒരു വിശ്വാസമുണ്ട്. അതായത് രാക്ഷസ രാജാവായ രാവണന്റെ കൊട്ടാരത്തിൽ വെയിലേൽക്കുന്നതിനാൽ സൂര്യനെ നേരെ ഉദിക്കുവാൻ രാവണൻ അനുവദിച്ചിരുന്നില്ലത്രേ. എന്നാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ച ശേഷം സൂര്യൻ നേരെ കിഴക്കുദിച്ച ദിവസമാണ് വിഷു എന്ന് പറയപ്പെടുന്നു. സാധാരണ വടക്കുകിഴക്ക് ഭാഗത്ത് ഉദിച്ചിരുന്ന സൂര്യൻ വിഷു ദിവസം നേരെ കിഴക്കു ഭാഗത്ത് ഉദിക്കുന്നു എന്നാണ് വിശ്വാസം. ഓണത്തിന് തുമ്പപ്പൂവാണ് പ്രധാനമെങ്കിൽ വിഷുവിന് ഏറ്റവും പ്രാധാന്യമുള്ള പൂവ് കൊന്നപ്പൂവാണ്. വേനൽക്കാലത്ത് കൊന്നമരങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ മഞ്ഞപ്പൂക്കൾ നയനാനന്ദകരമായ കാഴ്ച തന്നെയാണ്. കൊന്നപ്പൂവ് കൃഷ്ണന്റെ കിങ്ങിണിയാണെന്നാണ് സങ്കല്പം. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം കൂടിയായ കൊന്നപ്പൂവ് കർണികാരം എന്ന പേരിലും അറിയപ്പെടുന്നു. വിഷു ദിവസം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് വിഷുക്കണി ദർശനം. ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത്. ഓട്ടുരുളി പ്രപഞ്ചത്തിന്റെ പ്രതീകമാണെന്നാണ് സങ്കല്പം. വിഷു സംക്രാന്തി ദിവസം, അതായത് വിഷുവിന്റെ തലേ ദിവസം, പിറ്റേ ദിവസം മഹാലക്ഷ്മിയെ വരവേൽക്കുവാനായി വിഷുക്കണിക്കുള്ള എല്ലാ വസ്തുക്കളും ഒരുക്കി വെക്കുന്നു. വിഷുവിന്റെ തലേ ദിവസം വീടും പരിസരവും വൃത്തിയാക്കിയ ശേഷം വീട്ടിലെ മുതിർന്ന അംഗം രാത്രി പൂജാമുറിയിൽ കണി ഒരുക്കി വെക്കുന്നു. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ 5 തിരിയിട്ട നിലവിളക്ക് എള്ളെണ്ണയോ നെയ്യോ ഒഴിച്ച് തയ്യാറാക്കി വെക്കുന്നു. ഓട്ടുരുളിയിൽ ഉണങ്ങലരി, സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിക്ക, ചക്ക, മാങ്ങ, നാളികേരം, പഴം, കൊന്നപ്പൂവ്, വെറ്റില അടയ്ക്ക, വാൽക്കണ്ണാടി, സ്വർണം, വെള്ളി, നാണയങ്ങൾ, കുങ്കുമച്ചെപ്പ്, കൺമഷി, ഗ്രന്ഥം, അലക്കിയ വസ്ത്രം എന്നിവ വെച്ചാണ് കണിയൊരുക്കുന്നത്. അലക്കിയ വസ്ത്രത്തിന് പകരം കോടി വസ്ത്രവും ആവാം. ഉണങ്ങലരിക്ക് പകരം നെല്ല് ചേർത്ത മിശ്രിതമായ അക്ഷതമിട്ടും ചില സ്ഥലങ്ങളിൽ കണിയൊരുക്കാറുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ അഷ്ടമംഗല്യ തട്ട് വിഷുക്കണിയിൽ വെക്കാറുണ്ട്. അഷ്ടമംഗല്യ തട്ടിനു പകരം വാൽക്കണ്ണാടിയാവാം. വാൽക്കണ്ണാടിയും ഇല്ലെങ്കിൽ സാധാരണ കണ്ണാടി വെച്ച് കണിയൊരുക്കുന്നവരും ഉണ്ട്. ദേവീ സങ്കല്പത്തിലാണ്, അല്ലെങ്കിൽ ദേവീ സാന്നിധ്യം എന്ന സങ്കല്പത്തിലാണ് വാൽക്കണ്ണാടി വെക്കുന്നത്. സ്വന്തം മുഖം കണ്ണാടിയിൽ ദർശിക്കുക എന്ന സങ്കല്പത്തിലാണ് കണ്ണാടി വെക്കുന്നത് എന്നും പറയപ്പെടുന്നു. വിഷു കാർഷികോത്സവമായതിനാൽ വീട്ടിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെയായി വിഷുക്കണി ഒരുക്കാവുന്നതാണ്. കണിയൊരുക്കുന്നതോടൊപ്പം കിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കാറുണ്ട്. വെളുത്ത പുഷ്പമുണ്ടെങ്കിൽ ആ പുഷ്പങ്ങളും കൂടി ആ വെള്ളത്തിൽ ഇട്ടുവെക്കാം.
കണി കാണുന്ന സമയത്ത് അല്പം വെള്ളമെടുത്ത് കൈകാലുകളിലും കണ്ണിലും തൊട്ട ശേഷമാണ് കണി കാണേണ്ടത്. അതുപോലെ തലേ ദിവസം ഒരുക്കി വെച്ചിരിക്കുന്ന 5 തിരിയിട്ട നിലവിളക്ക് കൊടിവിളക്ക് കൊണ്ടാണ് കത്തിക്കേണ്ടത്. നാളികേരം ഉടച്ച് ആ നാളികേര മുറികളിൽ എള്ള് അല്ലെങ്കിൽ ഉണങ്ങലരി കിഴിക്കെട്ടി വെച്ച് ആ കിഴിയുടെ മുകൾ ഭാഗം കത്തിച്ചു വെക്കാറുണ്ട്. കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് കണി കാണേണ്ടത്. പ്രകൃതിയെയും വളർത്തു മൃഗങ്ങളെയും ഒക്കെ കണി കാണിക്കുക എന്ന പതിവുണ്ട്. കണ്ണും മനസ്സും നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഭക്തിയോടെ ഭഗവാനെ കണി കാണുന്നതിലൂടെ ഒരു വർഷത്തെ ഐശ്വര്യമാണ് വിഷുക്കണിയിലൂടെ നമുക്ക് സാധ്യമാവുന്നത്. വിഷ്ണു ഭഗവാൻ ഉള്ള സ്ഥലത്തെല്ലാം ശ്രീ അല്ലെങ്കിൽ മഹാലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി അല്ലെങ്കിൽ ധനലക്ഷ്മിയായി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ആ സങ്കല്പത്തിലാണ് വിഷുക്കണി കണ്ടതിന് ശേഷം വീട്ടിലെ മുതിർന്ന അംഗം മറ്റെല്ലാവർക്കും വിഷുക്കൈനീട്ടം നൽകുന്നത്. ഇതോടൊപ്പം പ്രാധാന്യമുള്ള ഒന്നാണ് വിഷു സദ്യ. ലോകത്തിന്റെ ഏത് കോണിലായാലും മലയാളികൾ വിഷുക്കണി കണ്ട് കൈനീട്ടം വാങ്ങി സദ്യയുണ്ട് പടക്കം പൊട്ടിച്ച് നവവത്സര ദിനം ആഘോഷിക്കുന്നു. വിഷുക്കണി ഒരുക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. വിഷുക്കണി ദർശനം പ്രതീകാത്മകമായ ഒരു ചടങ്ങാണ്. ഫലപുഷ്ടി നിറഞ്ഞ മണ്ണിൽ എന്നും നിറയെ കാർഷിക വിളകൾ ഉണ്ടാവട്ടെ, അങ്ങനെ സമ്പൽ സമൃദ്ധിയും സന്തോഷവും നിറയട്ടെ അടുത്ത വിഷു ദർശനം വരെ എന്നാണ് വിഷുക്കണിയുടെ ആശംസ. സ്വർണവർണ്ണത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നപ്പൂക്കളുടെ പ്രഭാവലയത്തിൽ അലിഞ്ഞു ചേരുന്ന നമ്മുടെ കേരളീയ ഗ്രാമഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ വിഷുദിനവും നമുക്ക് ആഘോഷിക്കാം.